അപ്പോൾ നിങ്ങൾ ഈ പലരും ചോദിച്ച പ്രകാരം ഒരു കാർ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ എന്തെല്ലാം ഫംഗ്ഷനിങ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഒരു എന്തൊക്കെ ജോലികളാണ് ലഭിക്കുക എന്നുള്ളതിനെപ്പറ്റി ഒരു പൂർണ്ണമായ ഒരു ഐഡിയ തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കാണാൻ ശ്രമിക്കുക. എൻ്റെ പേര് ഡാനിയൽ ജോസ്, എക്സ്പീരിമെൻറ്റ് ട്രാവൽ എക്സ്പീരിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ ജോലികളുണ്ടെന്ന് പറയുന്നതിന് മുന്നേ തന്നെ നമ്മളോട് ഒരു കാറിനെ പെട്ടെന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അതിന് കുറച്ച് പാർട്സുകളൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും ഒരു 30,000-ഓളം പാർട്സുകളെ കൂട്ടി യോജിപ്പിച്ചാണ് ഒരു കാറ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. രണ്ടാമതായിട്ട് ഒരു കാറിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഈ അസംബ്ലിംഗ് ലൈൻ മാത്രമല്ല, അതിന് മുന്നേ നിരവധി 30,000-ഓളം പാർട്സുകൾ എന്ന് പറഞ്ഞത് അതിന് പല രാജ്യങ്ങളിലും പല നിർമ്മാണ കമ്പനികളുമാണ് അതൊക്കെ നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ ഈ രാജ്യത്ത് തന്നെ മറ്റ് പല കമ്പനികളുമാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിനെ കളക്ട് ചെയ്ത് അതിനെ സോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ജോലി തന്നെയാണ്. അതിനുശേഷം ഈ അസംബ്ലിംഗ് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ്, അതിനുശേഷം അതിനെ യാർഡിലേക്ക് മാറ്റുന്നു, അതിനെ കയറ്റുമതി ചെയ്യുന്നു, അങ്ങനെയും മറ്റു പല ജോലികളുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മൂന്നായിട്ട് തന്നെ തിരിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അസംബ്ലിംഗ് ലൈനിലുള്ള ജോലികൾ, അസംബ്ലിംഗ് ലൈനിന് മുന്നേ ഉള്ള ജോലികൾ, പ്രിപ്പറേഷൻ ജോലികൾ, അസംബ്ലി ലൈനിന് ശേഷമുള്ള ഫിനിഷിംഗ് വർക്കുകൾ. അപ്പോൾ ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിച്ച് തന്നെ മനസ്സിലാക്കാം. അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു പൂർണ്ണ തോതിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അസംബ്ലിംഗ് ലൈനിന് മുന്നേ ഉള്ള ജോലികളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ലോജിസ്റ്റിക്സ് വർക്കും, ഒന്ന് സബ് അസംബ്ലി വർക്കുകളും. നമ്മൾ മെയിൻ അസംബ്ലി വർക്ക് ലൈനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വരുന്ന ഘടകങ്ങളെ പലതിനെയും ചെറിയ ചെറിയ ഘടകങ്ങളെ കൂട്ടി യോജിപ്പിച്ച് അതിനെ മെയിൻ ലൈനിലേക്ക് കൊടുക്കാൻ പാകത്തിന്, അതിനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാർട്സാക്കി മാറ്റുന്ന ഒരു ജോലിയാണ് ഈ സബ് അസംബ്ലിംഗ് ലൈനുകളിൽ നടക്കുന്നത്. അതിന് സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഷോക്ക് ഓബ്സറും സ്പ്രിങ്ങുമായിട്ടായിരിക്കും ഘടകങ്ങൾ മറ്റൊരിടത്തുനിന്ന് നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നത്. അതിനെ ഒരു സസ്പെൻഷൻ എന്ന രീതിയിൽ ഈ സ്പ്രിങ്ങിനെ ഷോക്ക് ഓബ്സറിനെയും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ഒരു സസ്പെൻഷൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. അപ്പം ഇങ്ങനെ ഈ പല പാർട്സുകളെ കൂട്ടി യോജിപ്പിച്ച് അതിനെ ഒരു ഇൻസ്റ്റാൾ ചെയ്യാൻ പാകത്തിന് ഒരു പാർട്സാക്കി മാറ്റുന്നത് ഈ സബ് അസംബ്ലിംഗ് ലൈനുകളുടെ ജോലിയാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ സ്പ്രിങ് ഷോക്ക് ഓബ്സർ ചേർന്ന്, അല്ലെങ്കിൽ അതിന് കുറച്ച് നട്ടും ബോൾട്ടും ഒക്കെ ചേർന്ന് അതിനെ നമ്മളൊരു സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാക്കി മാറ്റുക എന്നുള്ളത്. ഇതുപോലെ തന്നെ പല പല എഞ്ചിൻ്റെ ലൈനുകൾ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഓരോ ലൈനുകളും അതിൻ്റേതായ ഘടകങ്ങളെ കൂട്ടി യോജിപ്പിച്ച് അതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പാകത്തിന് ഉള്ള ഒരു മെയിൻ പാർട്സാക്കി മാറ്റിയാണ് നമ്മൾ മെയിൻ ലൈനിലേക്ക് പോകുന്നത്. അപ്പം ഈ സബ് ലൈനുകളിലും ഓരോ സിംഗിൾ പോയിന്റുകളുണ്ട്. അവിടെയെല്ലാം ഓരോ മാൻ പവറാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അവർക്ക് പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ജോലികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അവരിൽ പറയുന്ന ജോലി. അപ്പം ഇതുപോലെയുള്ള സബ് ലൈനുകളിൽ ഒരു 10-15ഓളം മാൻ പവർ ഒരു ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന അത്രയും പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയതാണ് ഈ സബ് ലൈനുകൾ. മെയിൻ ലൈനിലേക്ക് അതിൻ്റെ പാർട്സുകളെ അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഘടകമാക്കി മാറ്റുന്ന സബ് ലൈനുകളുടെ ജോലി ഇതൊക്കെ. സബ് ലൈനുകളിലേക്ക് പാർട്സുകൾ എത്തിക്കുന്ന മറ്റൊരു ഘടകമാണ് ലോജിസ്റ്റിക്സ് മേഖല. കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 30,000-ഓളം ഘടകങ്ങളൊക്കെ വരുന്നെന്ന് പറഞ്ഞു. അതിനെ ഒരു വലിയ തോതിൽ ഒരു മാൻ പവർ ഉപയോഗിച്ചാണ് അതിൻ്റെതായ ലൊക്കേഷനിലേക്ക് അൺലോഡ് ചെയ്യുക, അതിനെ സോർട്ട് ചെയ്യുക, അതിൻ്റെ ജോബ് കാർഡ് അനുസരിച്ച് അതിൻ്റെ സബ് ലൈനുകളിലേക്ക് മൂവ് ചെയ്യുക. ഇനി സബ് ലൈനിലേക്ക് കൊടുക്കേണ്ടാത്ത ഐറ്റം കൊണ്ട് പലതും മെയിൻ ലൈനിലേക്ക് തന്നെ പോകുന്നത്. അപ്പം അതിനെ മെയിൻ ലൈനിലേക്ക് മൂവ് ചെയ്യുക മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പറയുന്നത് ലോജിസ്റ്റിക്സിൽ അൺലോഡിംഗ് ഉണ്ട്, അതിനുശേഷം ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേഷൻ ഉണ്ട്, അതിനുശേഷം ഇത് ലൈനുകളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ജോബ് കാർഡ് അനുസരിച്ച് ഓരോ സബ് ലൈനിലേക്ക് എത്തിക്കേണ്ട ഘടകങ്ങളെ തരംതിരിക്കുക മുതലായ ജോലികളുണ്ട്. അങ്ങനെയും നിരവധി ജോലികളാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പം ലോജിസ്റ്റിക്സിലും നിരവധി വർക്കുകളുണ്ട്, സബ് ലൈനുകളിലും നിരവധി വർക്കുകളുണ്ട്. അവിടെ നിന്ന് ഈ ഘടകങ്ങളെ ഒരു മെയിൻ ലൈനിലേക്ക് പോകുന്നു. ഈ മെയിൻ ലൈനിലെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു 300ഓളം പോയിന്റുകൾ ചേർന്നാണ് ഈ നമുക്കൊരു ശരിക്കൊരു കാർ മാനുഫാക്ചറിങ് ലൈൻ എന്ന് പറയുന്നത്. ഇത്രയും ജോലികളൊക്കെ പല മാൻ പവർ ഉപയോഗിച്ച് ചെയ്തു വന്നതിന് ഒരു മെയിൻ ലൈനിലേക്ക് എത്തിക്കഴിഞ്ഞാലും അവിടെ നിരവധിയായിട്ടുള്ള ജോലികൾ ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരു ഓട്ടോമേറ്റഡ് ലൈനാണ്. എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് കൺവെയർ ബെൽറ്റ് വഴി ഓടുന്ന ഒരു പ്രൊഡക്ഷൻ സംവിധാനമായിരിക്കും കാർ മാനുഫാക്ചറിങ് പ്ലാന്റുകളിൽ വരുന്നത്. അപ്പോൾ അതൊരു നിശ്ചിത വേഗത്തിൽ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് മുന്നിലൂടെ കാറുകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് പറയുന്ന പോയിന്റുകളിൽ നമ്മളവിടെ നിന്ന് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന വർക്കുകളെ ചെയ്ത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഈ ഒരു വർക്കിനെ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന് ഇതിൻ്റെ ചേസ് ലൈനുമുണ്ട്, മറ്റൊന്ന് അതിൻ്റെ ബോഡി ലൈനുമുണ്ട്. നമ്മളൊരു ബസ്സൊക്കെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഓർഡർ ചെയ്ത് വരുമ്പോൾ നമുക്കതിൻ്റെ ചേസ് മാത്രമായിട്ടായിരിക്കും വരുന്നത്. അതിന് ശേഷമാണ് നമ്മളതിനെ ബാംഗ്ലൂരുള്ള പ്രകാശിലൊക്കെ എത്തിച്ചാണ് അതിൻ്റെ ബോഡി കെട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു കാറിൻ്റെ മാനുഫാക്ചറിങ് ലൈനും. ഇതിനെ രണ്ട് രീതിയിൽ തന്നെയാണ് നിർമ്മാണ പ്രക്രിയ നടക്കുന്നത്. ഒന്ന് അതിൻ്റെ ചേസിൽ ഘടകങ്ങൾ യോജിപ്പിച്ച് അതിനെ ഒരു ചേസ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു, മറ്റൊന്ന് അതിൻ്റെ ബോഡി വർക്കും ചെയ്യുന്നു. അപ്പം ഈ രണ്ടും ചേസ് ലൈനിലും അതിൻ്റെ ബോഡി ലൈനിലുമായിട്ട് ഏറെക്കുറെ ഒരു 300ഓളം പോയിന്റുകളുണ്ട്. നമ്മൾ പറഞ്ഞ സബ് ലൈൻ അല്ലാതെ സബ് ലൈൻ ഒഴികെ സബ് ലൈനിൽ നിന്ന് വരുന്ന കമ്പൗണ്ട്സുകളെ നമുക്ക് വെക്കേണ്ട പോയിന്റുകളാണ് ഒരു 300ഓളം
പോയിന്റുകൾ കാണും. അപ്പോൾ ഈ 300ഓളം പോയിന്റുകളിലൂടെ ഒരു കാറ് അതിൻ്റെ കൺവെയർ വഴി സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് ആ ഒരു കാറിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് ഒരു അസംബ്ലിംഗ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ചേസ് ലൈനിൽ എന്തൊക്കെ ജോലിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് വീൽ ബേസ് സെറ്റ് ചെയ്യുക, അതിൻ്റെ ബാക്ക് വീൽ ബേസ് സെറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ എഞ്ചിൻ പ്ലേസ് ചെയ്യുക, സൈലൻസർ പ്ലേസ് ചെയ്യുക, ഡീസൽ ടാങ്ക് പ്ലേസ് ചെയ്യുക, ഷോക്ക് ഓബ്സർ പ്ലേസ് ചെയ്യുക. ഇതെല്ലാം ഓരോ പോയിന്റുകളിലും ഓരോ മാൻ പവറാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയായിരിക്കും ആ ഒരു ചേസ് ലൈനിൽ വരുന്ന ജോലികൾ. അപ്പം ഇതിനും കുറച്ചുകൂടെ പോയിന്റുകളുണ്ട്. അപ്പോൾ ഈ പോയിന്റുകളിലൊക്കെ പറയുന്ന ജോലികൾ എന്താണെന്ന് വെച്ചാൽ അത്രയും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ചേസ് ലൈൻ കംപ്ലീറ്റ് ആകും. അപ്പോൾ ഈ പറയുന്ന പ്രവർത്തനമൊക്കെ ആയിരിക്കണം നമ്മൾ അവിടെ ചെയ്യുന്നത്. നമ്മളെന്താണോ ട്രെയിനിങ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ആ പോയിന്റുകളിൽ നിന്ന് ചെയ്യുക എന്നുള്ളതാണ് ചേസ് ലൈനിലെ ജോലി. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡി ലൈനിലെയും ജോലികൾ. ബോഡി ലൈനിലും ഇതുപോലെ തന്നെ വെൽഡിങ് പെയിൻറ്റിങ് വർക്കുകൾ കഴിഞ്ഞ് അതിൻ്റെ ബോഡി ആ ലൈനിലേക്ക് വരുന്നു. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണില്ല. അപ്പം നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അത് ആ പോയിന്റുകളിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു ബോഡി ലൈൻ കംപ്ലീറ്റ് ആയി അത് വന്നതിന് ശേഷം അതിനെ ഈ ചേസ് ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോഴേക്കും അതിൻ്റെ ഒരു ഏറെക്കുറെ ഒരു 50% വർക്കുകൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അത് വീണ്ടും മൂവ് ചെയ്ത് അതിൻ്റെ ടയറുകളും മറ്റ് ഫിനിഷിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആയി അത് പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ അസംബ്ലിംഗ് ജോലികൾ കംപ്ലീറ്റ് ആയി പുറത്തേക്ക് പോകുന്നു. ഒരു അസംബ്ലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇത് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പല രീതിയിലുള്ള ക്വാളിറ്റി ടെസ്റ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ എന്നുള്ളതിനൊക്കെ അവിടെയാണ് പരിശോധന നടക്കുന്നത്. അപ്പം ഈ പരിശോധനാ ടീമിലും നിരവധിയായ മാൻ പവറുകൾ റിക്വയർമെൻ്റ് ആണ്. അപ്പം അവിടെയും നിരവധിയായ ജോലികൾ ഒഴിവുണ്ട്. അതിനുശേഷം ഈ ഒരു ഇത്രയും ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓട്ടോമേറ്റഡ് ചെക്കിങ്, സെൻസർ വഴിയുള്ള ചെക്കിങ്ങുകൾ, അങ്ങനെ ഒരു പോരായ്മയും ഇല്ലാതെ, കാരണം ഒരു പബ്ലിക്കിനായിട്ട് സെല്ല് ചെയ്യേണ്ട വാഹനങ്ങളായത് ഒരു കുറവുമില്ലാതെ വേണം, ഒരു പാകപ്പിഴയും ഇല്ലാതെ വേണം ഇത് പുറത്തേക്ക് ഇറക്കാൻ. അപ്പോൾ അതിനനുസരിച്ച് രീതിയിലുള്ള ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പുറത്തേക്ക് ഇറക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനെ യാർഡിലേക്ക് നീക്കിയിടുക എന്നുള്ളതും മറ്റൊരു തൊഴിൽ മേഖലയാണ്. അപ്പോൾ അതിന് പറ്റിയ ഡ്രൈവിങ്, അപ്പോൾ അവരും ഇതിനെ ചെക്ക് ചെയ്യുക, അതിനുശേഷം അതിനെ യാർഡിലേക്ക് മൂവ് ചെയ്യുക എന്നീ ജോലികളും അവിടെ തീരുന്നു. അപ്പോൾ ഇത്രയും ജോലികളാണ്. ഒന്ന് പ്രൊഡക്ഷന് അസംബ്ലിങ്ങിന് ശേഷവും ഇത്രയും ജോലികളുണ്ട്. അസംബ്ലിങ്ങിന് മുന്നേ ഇതിനെ ലൈനിലേക്ക് എത്തിക്കേണ്ട ഘടകങ്ങളെ കൂട്ടി യോജിപ്പിക്കാനൊരു ജോലിയുണ്ട്. അതിന് മുന്നേ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. അതുപോലെ തന്നെ അസംബ്ലിംഗ് ലൈനുകളിലും നിരവധിയായ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നിരവധിയായ മാൻ പവർ ആവശ്യമുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഒരു കാർ അസംബ്ലിംഗ് ലൈനിൽ അല്ലെങ്കിൽ ഒരു കാർ മാനുഫാക്ചറിങ് ലൈനിൽ ജോലി എന്ന് പറഞ്ഞാൽ ഇവരുടെ അസംബ്ലിംഗ് ലൈൻ ഹെൽപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാം ഒരു ഓപ്പറേറ്റർ എന്ന നിലയിലാണ്, അസംബ്ലിംഗ് ലൈൻ ഓപ്പറേറ്റർ എന്നുള്ള നിലയിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇതൊരു കൂട്ടായ വർക്കാണ്. അപ്പോൾ അസംബ്ലിംഗ് ലൈൻ ഓപ്പറേറ്റർ എന്നുള്ള നിലയിലായിരിക്കും ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു രാജ്യത്ത് ഇങ്ങനെയുള്ളൊരു ജോലിക്കായിട്ട് പോയി കഴിഞ്ഞാലും ഒരേ രീതിയായിരിക്കും ഈ എല്ലാ കാർ മാനുഫാക്ചറിങ് പ്ലാന്റുകളിലും വരുന്നത്. കാരണം ഇതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, പ്രീ അസംബ്ലിംഗ് സെക്ഷൻ, അസംബ്ലിംഗ് ലൈന്, അതിനുശേഷം അതിൻ്റെ ക്വാളിറ്റി ചെക്ക്, അതിനുശേഷം അതിൻ്റെ മറ്റ് പ്രോസസ്സ്, ഈ ഒരു മെത്തേഡ് തന്നെയാണ് എല്ലാ കാർ മാനുഫാക്ചറിംഗ് പ്ലാന്റുകളും മറ്റ് വെഹിക്കിൾ പ്രൊഡക്ഷനിലും എല്ലാം നടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ കപ്പാസിറ്റി ഒക്കെ അനുസരിച്ച് അതിൻ്റെ സ്പീഡുകളും നമ്മൾ ജോലി ചെയ്യേണ്ട വേഗതയും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ പോയിന്റിലും ജോലി ചെയ്യാൻ ലഭിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് തികച്ച് ലഭിക്കില്ല. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ജോലി ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. ഇത്രയും കാര്യം പറഞ്ഞതൊന്നും നമുക്ക് എന്ത് ജോലി ലഭിക്കും എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ എന്താണോ ഒഴിവ് ആ സമയത്ത് വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസിലേക്ക് നമ്മളുടെ കഴിവനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് അവരൊരു പ്രീ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരും. അന്നേരത്തെ നമ്മുടെ ഒരു പ്രകടനത്തിനൊക്കെ അവർ മാർക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ഒരു ചെയ്യാൻ പറ്റിയൊരു കേപ്പബിലിറ്റി അവർ മെഷർ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മളെ ആ ഒഴിവ് വരുന്ന വേക്കൻസികളിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഏതൊരു പോസ്റ്റ് വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ജോലികൾ നമുക്ക് ലഭിക്കുന്ന പോയിന്റുകൾ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് ബൈ.